നമസ്കാരം. നിങ്ങളൊരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉള്ളവരാണോ? നമുക്കൊരു സ്ട്രോങ് മൈൻഡ് സെറ്റ് എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും? നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല നെഗറ്റിവിറ്റി കൊണ്ട്, ഡിസ്ട്രാക്ഷൻസ് കൊണ്ട്, പല കോപം, അപർഷതാബോധം, അസൂയ, ഇങ്ങനെയുള്ള പല ഡിസ്ട്രാക്ഷൻസ് കൊണ്ട് ഓവർലോഡഡാണല്ലേ. നമുക്കിതിൽ നിന്നൊക്കെ ഒന്ന് മാറണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ അതിൽ നിന്നൊക്കെ മാറുവാൻ വേണ്ടി പല ഉപാധികളും കണ്ടുപിടിക്കാറുണ്ട്. അതായത് എൻ്റർടൈൻമെൻറ്റ്, ഗെയിംസ്, അല്ലെങ്കിൽ മറ്റു പല അഡിക്ഷൻസ്, അല്ലെങ്കിൽ മറ്റു ചിലർ പണം ഉണ്ടായാൽ നമുക്ക് സമാധാനം കിട്ടും, സന്തോഷം കിട്ടും, ഇതിൽ നിന്നൊക്കെ ഒരു മോചനം നേടാമെന്നോർത്ത് അതിൻ്റെ പുറകെ നെട്ടോട്ടം ഓടും. എന്നാൽ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായ സന്തോഷമോ സമാധാനമോ കൊണ്ട് തരികയില്ല. ഞാൻ നിങ്ങളെ സ്വന്തം ജിജി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമാധാനവും സന്തോഷവും കണ്ടെത്തുവാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കാൻ നോക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെയാണ്. എന്നാൽ ഇതൊന്നും നമുക്കൊരു കുറച്ച് നേരത്തേക്ക് നമുക്കൊരു സമാധാനവും സന്തോഷവും ഒക്കെ കൊണ്ടുതരും. വീണ്ടും നമ്മൾ പഴയതിലേക്ക് മടങ്ങിപ്പോകും. നമ്മൾ നോക്കുക, ധനാഢ്യരായ ആൾക്കാർക്ക് സമാധാന സന്തോഷം കിട്ടുമായിരുന്നെങ്കിൽ ഇന്ന് ഈ ലോകത്തിൽ നടക്കുന്ന പല നിർഭാഗ്യകരമായ സംഭവങ്ങളും നമ്മൾ സാക്ഷിയാകേണ്ടി വരികയില്ലായിരുന്നു. ഒന്ന് അവർ മാറി ചിന്തിച്ചിരുന്നെങ്കിൽ, ഒരു നിമിഷം അവരുടെ മനസ്സ് ഒന്ന് മാറിയിരുന്നെങ്കിൽ, അവരൊക്കെ ഇന്ന് ആയുസ്സോടെ ആരോഗ്യത്തോടെ ഈ ഭൂമിയിൽ കണ്ടേനെ. അപ്പോൾ ഓർക്കുക, ഈ വക കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ മൈൻഡിനെ സ്ട്രോങ് ആക്കുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉണ്ടാകുന്നത്. നമ്മളൊരു പാറയെ നോക്കുകയാണെങ്കിൽ അതിന് എത്ര സ്ട്രോങ് വന്നാലും അത് അൺഷേക്കബിൾ ആയിട്ടിരിക്കും. അതുപോലെ ആയിരിക്കണം നമ്മുടെ മൈൻഡും. നമ്മുടെ ഈ വേൾഡ്ലി കണ്ടീഷൻസ്, അതായത് പ്രൈസ്, ബ്ലെയിം, ലോസ്, ഗെയിൻ, ഫെയിം, ഡിസ്ഗ്രേസ്, പ്ലഷർ, പെയിൻ, ഇതൊക്കെയാണ് വേൾഡ്ലി കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഇതൊന്നും നമ്മളെ ഒരു തരത്തിലും അഫക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ, ഇതിലേത് വന്നാലും നമ്മൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്കൊരു സ്ട്രോങ് മൈൻഡ് സെറ്റാണ്. എന്നാൽ ഈ കണ്ടീഷൻസിന്, ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ബിസിനസ്സിലൊരു തകർച്ച വന്നു, നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. നമുക്ക് ഒത്തിരി അഭിനന്ദനങ്ങളൊക്കെ ഒരു സമയത്ത് നമുക്ക് ഉണ്ടായിരുന്നായിരിക്കാം. എന്നാൽ ഈ സെയിം ആൾക്കാർ ഒരു സമയത്ത് നമ്മളെ ബ്ലെയിം ചെയ്തെന്ന് വരാം. അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ജോലി, നല്ലൊരു ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു, ഒറ്റ നിമിഷം കൊണ്ട് അതൊക്കെ നഷ്ടപ്പെട്ടെന്ന് വരാം. ആ ലോസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. ചില സമയത്ത് വളരെ സന്തോഷകരമായ സംഭവങ്ങൾ, അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. അതേപോലെ തന്നെ ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. എന്തായാലും നമ്മൾ ഇതൊക്കെ ഫേസ് ചെയ്തേ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഓർക്കുക, ഈ പ്രോബ്ലംസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ചലഞ്ചസ് ഒക്കെ വരുമ്പോൾ, അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് അതിനൊരു ഉത്തരമില്ല. എന്നാൽ അതിനൊരു റൂട്ട് കോസ് നമ്മൾ കണ്ടെത്തുക, അതിൻ്റെ കാരണം കണ്ടെത്തിയിട്ട് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ സെറ്റ് ചെയ്താൽ മുമ്പോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് പീസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റും, അല്ലേ? നമുക്കൊരു സ്ട്രോങ് ആയിട്ട് മുമ്പോട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ആ ചലഞ്ചസിൽ നിന്ന് നമ്മളൊരു ലേണിംഗ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പലപ്പോഴും നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ മനസ്സാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. ആ മനസ്സിൻ്റെ ചിന്താഗതികൾക്കനുസരിച്ചാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്, അല്ല അതിനനുസരിച്ചാണ് നമ്മൾ പ്രതികരിക്കാൻ പോകുന്നത്. അപ്പോഴാണ് പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും കാരണമായി തീരുന്നത്. ഓർക്കുക, ചില സമയത്ത് നമ്മൾ സൈലൻ്റായിട്ട് ഇരിക്കേണ്ടതായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സൈലൻസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു വെപ്പണാണ്. പലപ്പോഴും നമ്മുടെ ഇമോഷനിൽ നിന്നാണ് നമ്മൾ പ്രതികരിക്കുന്നത്. പെട്ടെന്ന് ഒരാൾ നമ്മളോട് ദേഷ്യപ്പെടുക, നമ്മുടെ ആ ഒരു ഇമോഷൻ എന്നല്ലേ നമ്മൾ അതിനൊരു ആൻസർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ റിയാക്ട് ചെയ്ത് അതിനൊന്ന് പോസ് ചെയ്ത് നമ്മുടെ മനസ്സിനോട് ചോദിക്കുക, ഇതെനിക്ക് ആവശ്യമുള്ളതാണോ, ഇതിന് ഞാൻ മറുപടി പറയേണ്ടതാണോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചാൽ ആ പോസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളിൽ ഒരു ഷിഫ്റ്റ് നടക്കുകയാണ്. നമുക്കൊന്ന് പോസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളിൽ ആ പെട്ടെന്ന് റിയാക്ട് ചെയ്ത് നമ്മൾ ഒരു ഡീപ് ബ്രീത്ത് എടുത്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് മാറി ചിന്തിക്കാൻ പറ്റും, അല്ലേ? അടുത്തതായിട്ട് നമ്മുടെ മൈൻഡിനോട് നമ്മൾ പറയുക, ഈ പ്രോബ്ലംസിനെ ഒന്നും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുകയില്ല, അല്ലേ? പല കാര്യങ്ങളും നമ്മുടെ കൺട്രോളിലുള്ളതല്ല. മറ്റുള്ളവർ നമ്മളെ കുറ്റം പറയുന്നത്, മറ്റുള്ളവർ നമ്മളെ ആക്ഷേപിക്കുന്നത്, നെഗറ്റീവായിട്ട് പറയുന്നൊന്നും നമ്മുടെ കൺട്രോളിൽ, അവരുടെ ക്യാരക്ടർ, അല്ലേ? എന്നാൽ നമ്മുടെ കൺട്രോളിലുള്ള ചില കാര്യങ്ങളുണ്ട്, അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത്. അതായത് ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും നമ്മുടെ മുകളിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കാതെ, പെട്ടെന്ന് റിയാക്ട് ചെയ്യാതെ കൺട്രോൾ ചെയ്യുവാനുള്ള ഒരു എബിലിറ്റി നമ്മുടെ മൈൻഡിലുണ്ടായിരിക്കണം. അടുത്തതായിട്ട്
നമ്മൾ പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യണം. അത് പ്രാക്ടീസ് കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ട ശീലമാണ് അത്. എന്തിനോടും ഏതിനോടും പ്രതികരിക്കാതിരിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ്. അടുത്തതായിട്ട് നമുക്കുണ്ടാകേണ്ടത് സെൽഫ് ലവ്, സെൽഫ് കമ്പാഷനുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കണം. അത് നമ്മൾ പ്രാക്ടീസോട് ചെയ്തെടുക്കേണ്ടതാണ്. അങ്ങനെ നമ്മളോട് തന്നെ ഒരു സ്നേഹമുണ്ടെങ്കിൽ, നമ്മളോട് തന്നെ ഒരു കമ്പാഷൻ ഉണ്ടെങ്കിൽ, എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും ഞാൻ പിടിച്ചു നിൽക്കും, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ കരം പിടിച്ചിട്ടുണ്ട്, എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത നമ്മൾ വരുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ ഒത്തിരി സ്നേഹിക്കാൻ പഠിക്കും. നമ്മളോട് തന്നെ നമുക്ക് ഭയങ്കര കമ്പാഷൻ ആയിരിക്കും. അത് നമ്മൾ തന്നെ തീരുമാനിക്കും, ഈ നെഗറ്റിവിറ്റീസ് ഒന്നും, ഈ പ്രോബ്ലംസ് ഒന്നും എന്നെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇതിൽ നിന്നൊക്കെ ഞാൻ എടുക്കുന്നത് ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ വലിയ ഈ ഭാരങ്ങളും ഈ പ്രയാസങ്ങളും ഒക്കെ ചുമന്നു പോകും. ഭയങ്കര ബാഗേജാണ് നമ്മുടെ പിമ്പിൽ. അതുമായിട്ട് നമ്മൾ എങ്ങനെ മുമ്പോട്ട് പോകും? അപ്പോൾ ഈ സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കാൻ ഞാൻ എനിക്കൊരു സിമ്പിൾ പ്രാക്ടീസ് പറഞ്ഞു തരട്ടെ. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ, അതായത് നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു നിമിഷം ശാന്തമായിട്ടിരിക്കുക. നമുക്ക് ലഭിച്ച എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ദൈവത്തോട് നന്ദി പറയുക. എല്ലാറ്റിനോടും നമുക്ക് നന്ദി ഉണ്ടായിരിക്കുക. അടുത്തതായിട്ട് നമ്മളോട് തന്നെ നമ്മൾ പറയുക, നമ്മളോട് തന്നെ നമ്മളൊരു അഫർമേഷൻ പറയുക, ഇന്ന് ഈ ദിവസം ഞാൻ എല്ലാം എൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണത്തിലല്ല, ഞാനായിരിക്കും മനസ്സിനെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് എന്തെല്ലാം നെഗറ്റിവിറ്റീസ് വന്നാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അതൊന്നും എൻ്റെ ജീവിതത്തെ ബാധിക്കുകയില്ല, എൻ്റെ മൈൻഡിനെ മാറ്റാൻ അതൊന്നും കഴിയുകയില്ല എന്ന ഒരു ദൃഢനിശ്ചയത്തോടെ ദിവസം തുടങ്ങും. അപ്പോൾ സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. കാരണം നമുക്ക് മറ്റൊന്നിനോടും യാതൊരു പ്രതികരണവും നമുക്കില്ല എങ്കിൽ, ഒന്നിനോടും നമുക്ക് യാതൊരു ദേഷ്യവും ഇല്ല എങ്കിൽ, നമ്മൾ അൺകണ്ടീഷണലായിട്ട് എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുമെങ്കിൽ നമുക്കതൊരു സ്ട്രോങ് മൈൻഡ് സെറ്റാണ്. അതിലേക്ക് നമുക്ക് വരണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓരോ ദിവസവും, ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നില്ല. ഓരോ നിമിഷവും നമ്മുടെ മനസ്സിനോട് നമ്മൾ പറയുക, ഞാൻ എങ്ങനെയാണ് യഥാർത്ഥമായി സന്തോഷം കണ്ടെത്തുന്നത്? കാരണം മറ്റുള്ളവരെ സ്നേഹിച്ച്, മറ്റുള്ളവർക്ക് നന്മ ചെയ്ത്, എൻ്റെ മനസ്സിനെ ഞാൻ നിയന്ത്രിച്ച്, എൻ്റെ ചിന്തകളെ ഞാൻ നിയന്ത്രിച്ച്, എനിക്ക് എന്നിലുള്ള എല്ലാ ഇമ്പ്യൂരിറ്റീസ്, അതായത് അസൂയ, അപകർഷത ബോധം, ഭയം, മറ്റുള്ളവരെ നെഗറ്റീവായിട്ട് പറയുമോ എന്നുള്ള ചിന്തകൾ, അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ ഒരു യഥാർത്ഥമായ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്താൻ കഴിയും. അങ്ങനെ ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് നമുക്കുണ്ടെങ്കിൽ പല കാര്യങ്ങളെയും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. കാരണം പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിൽ നിന്ന് മാറിപ്പോവുകയും നമുക്ക് സ്വസ്ഥ സമാധാനപരമായ ഒരു ജീവൻ നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ എല്ലാവർക്കും ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റോടുകൂടി യഥാർത്ഥമായ സന്തോഷം കണ്ടെത്താൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ കാണുന്നവരെയും ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു.